ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മളിന്ന് BTSൻ്റെ ഫയർ എന്ന ഒഫീഷ്യൽ മൂവിയാണ് നമ്മളിന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ BTSനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. BTSൻ്റെ സ്ഥിരമായ വീഡിയോകൾ എൻ്റെ ചാനലിലൂടെ കാണുകയും BTSനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് BTSൻ്റെ ഫയർ എന്ന ഒഫീഷ്യൽ മൂവിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്നു, ഇനി റിയാക്ഷൻ ചെയ്യും. ഒഫീഷ്യൽ മൂവിയാണ്, റിയാക്ഷൻ തുടങ്ങാം. നിങ്ങൾ ശ്രദ്ധിച്ചത് ആ കൈ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത സമയത്ത് ആ ഒരു ആള് കത്തണത് കണ്ടോ? അല്ല, ആരിതൊക്കെ എഡിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് അറിയാത്തത് കേട്ടോ. എഡിറ്റിംഗ് ആണോ അത് റിയലാണോ എനിക്ക് കണ്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും സംഭവം സെറ്റാണ്. ഞാൻ ഫസ്റ്റ് BTS ആർമി ആയ സമയത്ത് BTS ആർമി, പക്ഷേ ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല എന്ന് തന്നെ ഉള്ളൂ. ഫസ്റ്റ് ഞാൻ BTS ആർമി ആയ ടൈമിൽ ഈ വീഡിയോയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഇനി ബാക്കി വീഡിയോക്ക് കിടക്കാം. സൈക്കിൾ കത്തിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഡയറക്ടർമാർക്ക് അത്യാവശ്യം നല്ലൊരു ചൈന, അവർക്കാണ് എൻ്റെ സല്യൂട്ട് അടിക്കാൻ സത്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണ്ടല്ലോ. 불타오르네. Burn it up. 전부 다 태울 것 같이. Turn it up. 새벽이 다갈 때까지. 그냥 살아도 보여 우린 저기에. 그만하는 널 원수적일래. 수적거려 난 사람인데. So what? 네 멋대로 살아. 네 거야. നിങ്ങൾ ആ ഒരു ഭാഗം ശ്രദ്ധിച്ചോ? അത് വീഡിയോയും കളിച്ച് ആ ഒരു റിമോട്ടിൽ അമർത്തിയ സമയത്താണ് ഈ ഒരു കാർ പൊട്ടിത്തെറിക്കുന്നത് കണ്ടോ. ഭയങ്കര ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് എത്ര ഭാഗ്യം ഉണ്ടാവും. 불타오르네. 그만 자 여기로 그런 자
용서해줄게. 싹 다 불태워라. Wow, wow, wow. സെറ്റ് പാട്ടാണ് കേട്ടോ. മസ്തി ബീറ്റ് സാറിൻ്റെ ടൈമിൽ ഒരു എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടുള്ളൂ, അല്ലാതെ ഞാൻ പിന്നെ കേട്ടില്ല കേട്ടോ. സംഭവം പാട്ട് സെറ്റാണ്. അന്ന് ഞാൻ ഈ പാട്ടെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പുതിയ എങ്ങനെയൊക്കെ ഉണ്ടാക്കും, എങ്ങനെയൊക്കെ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. നമ്മുടെ കേരളത്തിലെ ഇന്ത്യൻ സിനിമയിലൊക്കെ കുറേ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വയറിനെ കാണിക്കുമ്പോൾ എക്സൈറ്റ് ഞാൻ പെട്ടെന്ന് ഷോക്കാവുമായിരുന്നു അങ്ങനത്തെ ഒരു ടൈമിലാണ്. അപ്പോൾ ഇനി അടുത്തതായി ഏത് വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. കമൻറ്റ് ബോക്സ് ഓൺ ആയിരിക്കും. പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് ഹയർ ചാനൽ എന്നാണ്. ഉടൻ തന്നെ ഞാൻ ബാക്കി വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി പിന്നെ കാണാം. ബൈ ബൈ.